ദൽ ലേക്കിലെ ഷിക്കാര റൈഡും കശ്മീരിലെ ഏറ്റവും ഫേമസ് ആയ സഫ്രാനി ഹരീസ ട്രൈ ചെയ്തതും 1000 അടി ഉയരമുള്ള മലയുടെ മുകളിലുള്ള ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ സന്ദർശിച്ചതും മസ്ജിദിൽ പോയതും അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. രാവിലെ തന്നെ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് പോകുന്നത് കശ്മീരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ സഫ്രാനി ഹരീസ കഴിക്കാനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഹരീസ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷ് കൂടെയാണ്. ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഹരീസയിൽ സാഫ്രോൺ ചേർക്കുമ്പോഴാണ് സഫ്രാനി ഹരീസ എന്ന് പറയുന്നത്. ഈ ഹരീസ മട്ടൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് നേരം കുക്ക് ചെയ്ത് സ്മാഷ് ചെയ്താണ് ഈ പരുവത്തിലാക്കുന്നത്. മട്ടനോടൊപ്പം ഒരുപാട് മസാലയും സ്പൈസസും ചേർത്താണ് ഈ ഹരീസ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പ്ലേറ്റിന് 100 രൂപയാണ്. അതിൻ്റെ കൂടെ കബാബും കശ്മീരി റൊട്ടിയായ ഗിർദ കൂടെ ഉണ്ടാകും. ഒരുപാട് പേര് രാവിലെ തന്നെ സഫ്രാനി ഹരീസ കഴിക്കാൻ വരുന്നത് കാണാം. ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ ഒത്തിരി പേരുള്ളത് കൊണ്ട് തന്നെ മേടിച്ചിട്ട് പുറത്തുനിന്നാണ് കഴിച്ചത്. നല്ല രുചിയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണ് ഈ സഫ്രാനി ഹരീസ. കഴിക്കുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് വേണം കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റുക. പിന്നെ ഈ തണുപ്പത്ത് ചൂടോടെയുള്ള സഫ്രാനി ഹരീസ കഴിക്കുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അങ്ങനെ എല്ലാവരും സഫ്രാനി ഹരീസ ട്രൈ ചെയ്തു. ഞങ്ങൾ ഇനി പോകുന്നത് ഒത്തിരി ദിവസം കാത്തിരുന്ന ദൽ ലേക്കിലെ ഷിക്കാര റൈഡിനാണ്. നമ്മൾ ദൽ ലേക്കിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. എന്നും രാവിലെ ദൽ ലേക്കിലൂടെ സോൻമർഗും പെഹൽഗാമും ഗുൽമർഗും ഒക്കെ പോകുമ്പോൾ ഞാൻ ദൽ ലേക്കിലെ ഷിക്കാര നോക്കി ഭയങ്കര എക്സൈറ്റഡ് ആകാറുണ്ട്. എന്നാണ് നമ്മളും ഷിക്കാര റൈഡിന് വരുന്നത് എന്ന് ഓർത്തിട്ട്. അങ്ങനെ ആ ദിവസമാണ് ഇന്ന്. ഷിക്കാര റൈഡ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പാക്കേജിലെ ഷിക്കാര റൈഡ് 1 മണിക്കൂറാണ്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ 3 പേരും എല്ലാവരും കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. വേറെ ഒന്നിനുമല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ചൊരു ഷിക്കാരയിൽ കയറാൻ വേണ്ടിയായിരുന്നു. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ 27 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ട്രിപ്പാണിത്. എല്ലാവരും പല പല സ്ഥലത്തിൽ നിന്ന് വന്നവർ. ഇപ്പം ഈ ട്രിപ്പ് വഴി ഒരു കുടുംബം പോലെ ആയവർ. ഈ ട്രിപ്പ് വഴി എനിക്ക് കിട്ടിയ 2 ബെസ്റ്റ് ഫ്രണ്ട്സാണ് അനു, അനുശ്രീ. കൂടെ വലിയൊരു ഫാമിലി കൂടെ കിട്ടിയ സന്തോഷം എനിക്കുണ്ട്. അങ്ങനെ ദാൽ ലേക്കിലൂടെ നമ്മൾ ഷിക്കാരയിൽ പോകുവാണ്. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. ഞങ്ങളുടെ 3 പേരുടെ കൂടെ അബ്ദുക്ക കൂടെ കയറി കേട്ടോ. അതുകൊണ്ട് നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് ഉറപ്പായി. ഒരു പ്രത്യേക രസം തന്നെയാണ് ഈ ദാൽ ലേക്കിലൂടെയുള്ള ഈ ഷിക്കാര റൈഡ്. നമ്മൾ ഷിക്കാരയിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ഷിക്കാരയിൽ ലൈവായിട്ട് കബാബും ബാർബിക്യൂവും ഫ്രൂട്ട്സ് എല്ലാം വിൽക്കാനായി കൊണ്ടുവരുന്നത് കാണാം. ദൽ ലേക്കിൽ നല്ല ചൂടോടെ ഫ്രഷ് ആയിട്ട് ഇതൊക്കെ കഴിക്കാനും ഒരു രസം തന്നെയാണ്. ഇപ്പോൾ ഈ കൊണ്ടുവന്നത് കവയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചായയും കാപ്പിയും കുടിക്കുന്ന പോലെയാണ് ഇവിടെയുള്ളവർ കവ കുടിക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ല ക്യാമറയോ ഫോണോ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല ഫോട്ടോസ് എടുത്തു തരാൻ വേണ്ടി ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു കശ്മീരി ഡ്രസ്സിൽ ദൽ ലേക്കിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ദൽ ലേക്കിലെ ഷിക്കാരയിൽ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കശ്മീരി ഡ്രസ്സിൽ ഫോട്ടോ എടുത്തു. ഒരു ഫോട്ടോയ്ക്ക് 200 രൂപയാണ്. ദൽ ലേക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ചെയ്യാതെ പോകരുത്. കാരണം ഇതെന്നും ഒരു ഓർമ്മയായിരിക്കും. ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരുന്നു എനിക്കത്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന്. ഇത് ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ തന്നെയാണ്. അങ്ങനെ 1 മണിക്കൂറുള്ള നമ്മുടെ ഷിക്കാര റൈഡ് തീരാനായി. ഇനി ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ. ഈ ടെമ്പിൾ ഉള്ളത് മലയുടെ മുകളിലായിട്ടാണ്. ദൽ ലേക്കിൽ നിന്ന് 1000 അടിയാണ് ഈ മലയുടെ മുകളിലോട്ടുള്ള ഉയരം. ഈ മലയുടെ മുകളിൽ മിലിറ്ററി ക്യാമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മിലിറ്ററി കൺട്രോൾഡ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറണമെങ്കിൽ ഹൈ സെക്യൂരിറ്റിയും ഉണ്ടാകും. അങ്ങനെ വണ്ടി അവിടെ നിർത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഓട്ടോ ഉണ്ട്. ചെറിയൊരു പൈസ ആകുള്ളൂ. തിരിച്ചും ആ ഓട്ടോയിൽ തന്നെ വരാം. അങ്ങനെ ഞങ്ങൾ 4 പേര് ഒരു ഓട്ടോയിൽ കയറി. ബാക്കിയുള്ളവർ നടന്നാണ് വരുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടം വരെ ഓട്ടോ പോകുള്ളൂ. സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു. ഇനി 243 സ്റ്റെപ്സ് കയറി വേണം ആ ടെമ്പിളിൽ എത്താൻ വേണ്ടി. ഇത്രയും സ്റ്റെപ്സ് കയറാനുണ്ട് എന്ന് കേട്ടതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓട്ടോ എടുത്തത്. കാരണം നടന്നു വന്ന് ഈ സ്റ്റെപ്പ് മൊത്തം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. ഇവിടെ ചില സ്ഥലങ്ങളിലെല്ലാം ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ്. എല്ലാം അതുകൊണ്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇതാണ് ശങ്കരാചാര്യ ടെമ്പിൾ. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. ഈ അമ്പലത്തിൽ ശങ്കരാചാര്യർ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ ഇവിടെ കാണാൻ സാധിക്കും. ഈ അമ്പലത്തിൽ എത്തുന്നത് വരെയാണ് 243 സ്റ്റെപ്സ് ഉള്ളത്. അത് കഴിഞ്ഞ് ഈ സ്റ്റെപ്സും കൂടെ കയറിയിട്ട് വേണം നമുക്ക് പ്രതിഷ്ഠയുടെ അടുത്തെത്താൻ.
ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രീനഗറിൻ്റെ ഒരു പകുതി മുക്കാൽ വ്യൂ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ദൽ ലേക്കിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അമ്പലത്തിനും മലയ്ക്കും ശങ്കരാചാര്യർ ടെമ്പിൾ എന്നും ശങ്കരാചാര്യർ ഹിൽ എന്നും പേര് വരാൻ കാരണം ശങ്കരാചാര്യർ ഇവിടെ സന്ദർശിച്ചത് കൊണ്ട് തന്നെയാണ്. പ്രതിഷ്ഠയുടെ അങ്ങോട്ടേക്ക് ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാനിനി പ്രാർത്ഥിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ആദ്യമായിട്ടാണ് എനിക്ക് പ്രതിഷ്ഠയുടെ അടുത്ത് നിന്ന് തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലമാണ്. ഈ കാണുന്നതാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം. ഇവിടെ കുറച്ചു നേരം കണ്ണടച്ചിരുന്നപ്പോഴേക്കും മൈൻഡെല്ലാം ഒരുപാട് റിലാക്സ്ഡ് ആയി. നമുക്ക് ഇനിയും സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. മലയുടെ മുകളിലുള്ള ഈ ഒരു അമ്പലം സന്ദർശിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ആരെങ്കിലും കശ്മീർ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി നമ്മൾ പോകുന്ന വഴി ഒരു മസ്ജിദിലൂടെ കയറി അവിടെ കൂടെ പ്രാർത്ഥിച്ച് ഷോപ്പിങ്ങിനാണ് നേരെ പോകുന്നത്. മസ്ജിദിലും ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആയതുകൊണ്ട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണേലും അവിടെ കയറി പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് മനസ്സിന് ആശ്വാസം തോന്നി. ഇനി നമുക്ക് ഇവിടെയുള്ള മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകൾ കാണാം. കുറേ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിൻ്റർ വെയർസും പിന്നെ വേറെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ട്രീറ്റ് ഫുഡ് എല്ലാം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെടും. ഷോപ്പ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റിൽ തന്നെയാണ് നമുക്കെല്ലാം കിട്ടുന്നത്. ഒന്നുകൂടെ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വില കുറഞ്ഞ് കിട്ടും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഓടി നടന്ന് കണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുവാണ് ലാൽ ചൗക്കിലോട്ട്. അങ്ങനെ നമ്മൾ ലാൽ ചൗക്ക് എത്തി. ഇന്ന് രാത്രി ഇനി ഫുൾ ഷോപ്പിംഗ് ആണ്. ഇന്നത്തോടെ നമ്മുടെ കാശ്മീർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഒത്തിരി സന്തോഷവും ഒത്തിരി ഓർമ്മകളും ഉള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. ഒത്തിരി പേർക്കുള്ള സംശയമാണ് അറിയാത്തവരുടെ കൂടെ നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ആ അറിയാത്തവർ എൻ്റെ ഒരു കുടുംബം പോലെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് മറ്റൊരു യാത്രയായിട്ട് കാണാം.